മക്കളെ ഗുഡ് മോർണിംഗ്. അപ്പോഴേ കുറേ നാളായില്ലേ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. വേറൊന്നുമല്ല, മടിയാണ് അതിന്റെ കാരണം. ഇപ്പോഴേ നമ്മുടെ ഒരു ദിവസത്തെ റുട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണിക്കുന്നത്. ലേറ്റ് ആയി കിടക്കണോണ്ട് തന്നെ നമ്മൾ എണീക്കാൻ തന്നെ ഒരു 11:30 ഒക്കെ ആവും. എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ കുഞ്ഞാപ്പികൾക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മിക്കിയാണ് ഫസ്റ്റ് എണീക്കല്. മിക്കിമാടെ പാലുകൂടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഐസും എണീറ്റ് വരും. അങ്ങനെ പാലൊക്കെ കൊടുത്ത് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചായ കുടിയാണ് കേട്ടോ. ചായ കുടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയൊന്നും രാവിലെ തന്നെ ഇല്ല. നമ്മൾ തലേന്നത്തെ ഡിന്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതങ്ങോട്ട് എടുത്ത് കഴിക്കൽ തന്നെയാണ് കേട്ടോ പണിയുള്ളൂ. തലേന്ന് നൈറ്റ് ഞങ്ങൾക്ക് പിച്ച ആർന്ന ഡിന്നർ. അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് 2 പീസ് ബാക്കി ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ കഴിച്ചത്. കൂടെ ചായയും. ഐസും മിക്കിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഐസുമാണ് പിന്നെയും കുറച്ചെങ്കിലും കഴിക്കുള്ളൂ. മിക്കിമ്മ ആട്ടിത്തരൂട്ടാ. അവരപ്പോൾ ഈ ഒരു ടൈമിൽ ബനാനയോ സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അല്ലാതെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കൂട്ടോ അവർക്ക്. ഇന്നിപ്പോൾ നമുക്ക് കേക്ക്സിന്റെ കുറച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടി വീഡിയോസ് ഒക്കെ ഒന്ന് കാണാട്ടെ ഇതിൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചേ നമുക്ക് പരിപ്പോട ഉണ്ടാക്കാമെന്ന്. കുറേ നാളായിട്ട് നല്ല അടിപൊളി പരിപ്പോടയൊക്കെ കഴിച്ചിട്ട് കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പം നമ്മൾ ചനാദാൽ മേടിച്ചിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈവനിങ് പരിപ്പോട ഉണ്ടാക്കാന്ന് നമ്മൾ കിച്ചണിലെ പണിയിലേക്കൊക്കെ കിടക്കണതിന് മുമ്പ് തന്നെ നമ്മൾ തലയൊക്കെ നീരി, തലയല്ല മുടിയൊക്കെ നീരി സെറ്റാക്കാണ്. ഇപ്പൊ ഈ തലയിൽ അപ്ലൈ ചെയ്തത് റോസ്മേരി ഓയിലാണ് കേട്ടോ. ഇതിന്റെ കെട്ടിയതിനു വേണ്ടി പുള്ളിക്കാരൻ വാങ്ങിച്ചതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടാണ്. ഞാൻ അതിൽ നിന്ന് അടിച്ചു മാറ്റി വീക്കിലി ട്വൈസ് ഒക്കെ അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാനായിട്ടുള്ള ടൈം ആയിട്ടില്ല. ഇൻഷാല്ലാ ഇനി വന്ന വീഡിയോസിൽ നമ്മൾ അതിന്റെ റിവ്യൂ ഒക്കെ പറയാട്ടോ. അപ്പൊ മക്കളെ നമുക്കിനി കേക്കിന്റെ പണിയിലേക്ക് കിടക്കാം. കേക്കിന്റെ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായി. അതിപ്പോഴേ നല്ല കിഡിലെ ഹോം ബേക്കേഴ്സൊക്കെ ഉള്ളപ്പോൾ അവരൊക്കെ റെസിപ്പി ഇടുമ്പോൾ നമ്മളിപ്പോൾ പറയണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ്. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോഴേ 1.5 kg ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 5 എഗ്ഗാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ യോക്കും വൈറ്റ് മാറ്റി ആദ്യം വൈറ്റ് മാത്രം നല്ല രീതിയിൽ പതപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യൂട്ടാ. യൂഷ്വലി നമ്മൾ ചെയ്യണ പോലെ തന്നെ കുറച്ച് ഇട്ടായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. നല്ലോണം പതഞ്ഞ് വന്ന അതിലേക്ക് വാനില എസൻസും പാലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു മെത്തേഡ് ഞങ്ങൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ചെയ്തു തുടങ്ങിയിട്ട്. വേറെ രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്തപ്പോഴേ നമ്മുടെ സ്പഞ്ചിനൊക്കെ നല്ല വൈറ്റിഷ് കളർ കിട്ടണ പോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡറും ബേക്കിംഗ് പൗഡറും ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ കേക്ക് പൊങ്ങി വരും. എന്നാലും നമ്മളുടെ ഒരു സമാധാനത്തിന് നമ്മൾ പുറത്തേക്ക് കൊടുക്കണോണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1.5 കപ്പ് ഫുള്ള് മൈദ എടുക്കണില്ല കേട്ടോ. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ശരിക്കും കുറച്ചും കൂടി വേണം. നമ്മളിപ്പോൾ ഈ ഒരു ടൈപ്പിൽ മുട്ട പതിപ്പിച്ചൊക്കെ എടുക്കണോണ്ട് നമ്മൾ കുറച്ചിടണുള്ളൂ കേട്ടോ. അപ്പോൾ എഗ് വൈറ്റും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സായി വന്നു കഴിഞ്ഞാൽ പതിയെ നമ്മുടെ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് മാറ്റി വെക്കലും നമ്മുടെ ബേക്കിംഗ് ട്രേ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റാക്കിയൊക്കെ വയ്ക്കലിട്ടാ. ആദ്യമേ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ മുട്ടയുടെ പണിയിലേക്ക് കടക്കാനായിട്ട്. മുട്ടയൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം അല്ല കേട്ടോ നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിംഗ് ഒക്കെ തെറ്റും. മൊത്തത്തിലൊരു ഓർഡർ ഉണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കണതിൽ. അത് നമ്മൾ ബിഗിനിങ് ആയ ആൾക്കാർക്ക് മാത്രമാണ് അതൊക്കെ ഒരു പ്രശ്നം വരുള്ളൂ. പിന്നെ നമ്മളത് യൂസ്ഡ് ആവട്ടോ എല്ലാ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ 1.5 kg ബട്ടർ സ്കോച്ച് കേക്കും ഒരു ഓൾമോസ്റ്റ് ഒരു 2 kg അടുത്തുള്ളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 3 തവണയെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾക്കും ഇതൊക്കെ മടിയുള്ള കാര്യമായിരുന്നു. 2 പാത്രം എടുക്കണം, 1 അരിച്ചിങ്ങട് പിന്നെ അരിച്ചങ്ങട്, സമയം ചിലവ്. പക്ഷേ നമ്മൾ ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പഞ്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. നമ്മളിത് ടോട്ടലി ഒരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നല്ല ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൂടുതലായിട്ട് സൂം ചെയ്തൊന്നും കാണിക്കാത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ഇനി ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം, ലെങ്ത്തുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഒരു റുട്ടീനൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ ബേക്കിങ്ങിൻ്റെ ദിവസം നമ്മുടെ ഡിന്നറൊക്കെ ലഘുവായിട്ടായിരിക്കും കേട്ടോ. നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തട്ടിക്കൂട്ടായിട്ട് വല്ല മുട്ടക്കറിയോ വല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒതുക്കും, ചപ്പാത്തി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ തന്നെ. ഇന്നിപ്പോൾ നമ്മുടെ ഉമ്മച്ചി നാട്ടിൽ നിന്ന് മാമാടയിൽ കൊടുത്തുവിട്ട ബീഫ് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് അതെടുത്ത് വെച്ച് നമുക്ക് ഡിന്നർ ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല എന്ന് നമ്മൾ കരുതിയിട്ട്
നമ്മൾ ഉമ്മിച്ച് തന്ന ബീഫ് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഐസ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിയായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് പുട്ടാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പുട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് തേങ്ങയും പുറത്തൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവർ ഓഫീസിൽ നിന്നൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആവും. ആ ഒരു ടൈമും കൊണ്ട് നമുക്ക് കേക്കിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി ഡിന്നർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഗ് വൈറ്റ് നല്ല രീതിയിൽ സ്റ്റിഫായിട്ട് ഹൈ പീക്കായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല രീതിയിൽ ബീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ നമ്മൾ 1.5 കിലോയാണ് നമ്മുടെ കേക്കെങ്കിൽ 1.5 ടീസ്പൂൺ വാനില എസൻസ് കുറച്ചധികം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. പിന്നെ പിഞ്ച് ഓഫ് സോൾട്ട് ഇതിലേക്ക് ഇടാം. അതാണിത്. ഇപ്പം ഇത്രയും പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോഴേ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ സ്റ്റിഫാക്കി എടുക്കൂലേ, അതേപോലെ നമുക്ക് കിട്ടൂട്ടാ. അത്രയും സ്റ്റിഫിലല്ലെങ്കിലും ഏകദേശം ഇപ്പം ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണിത്, വിപ്പിംഗ് ക്രീമാണോ അതോ എഗ്ഗ് ബീറ്റ് ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയൂല എഗ്ഗ് ബീറ്റ് ചെയ്താന്ന്. കാരണം വിപ്പിംഗ് ക്രീമിൻ്റെ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ സംഭവം കിട്ടുക. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പഞ്ച് നല്ല സോഫ്റ്റും നല്ല വൈറ്റിഷ് കളർ, കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വൈറ്റ് കളറ് സ്പഞ്ചല്ലേ നമുക്ക് അകത്തുണ്ടാവുക വാനിലേക്ക്, അപ്പോൾ അതേപോലെ കിട്ടൂട്ടാ സ്പഞ്ച്. പിന്നെ അതിലേക്ക് നമ്മൾ എഗ്ഗ് യോക്ക് പതിയെ ആഡ് ചെയ്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ലാസ്റ്റായിട്ട് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലാണെങ്കിലും ഒരു 1/4 കപ്പ് ഓയിൽ, 1.5 കപ്പ് 1.5 കിലോയുടെ കേക്കാകുമ്പോൾ ഒരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതേപോലെ അരിച്ചിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി നല്ല പീക്കിൽ വന്നേക്കണ സംഭവമല്ലേ, നമ്മളപ്പോൾ അതിലേക്ക് ഒറ്റയടിക്ക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ പൊങ്ങി വന്നേക്കുന്നതൊക്കെ താഴ്ന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അരിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ കിട്ടും. അതും ഒരു 3-4 തവണ ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടിയിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ലാസ്റ്റ് ആകുമ്പോൾ ടൈറ്റ് വന്നെന്ന് നമുക്ക് തോന്നുമ്പോൾ നോർമൽ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. പാല് നോർമലായിട്ട് പുറത്തിരിക്കുന്നത് തന്നെ മതി, ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഒഴിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് 200 ഡിഗ്രിയിലാണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. പ്രീഹീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാറ്റർ വെച്ച് കഴിയുമ്പോൾ 160 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ആണ് കേട്ടോ. അതിൽ താഴത്തെ കോയിൽ നമ്മൾ താഴേക്ക് വയ്ക്കുക. അതായത് മേളിൽ നിന്നും താഴെ നിന്നും ഹീറ്റ് വരുന്ന രീതിയിൽ വയ്ക്കുക. മേളിലത്തെ കോയിൽ നമ്മൾ ഒന്നും വെക്കണ്ട, മേളിലേക്ക് എയർ മാത്രം വന്ന രീതിയിലാണ് കേട്ടോ വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പോൾ ഓരോരുത്തരുടെ ഓവനും ഓരോ ടൈപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചില്ല പരിപ്പോട ഉണ്ടാക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റേ ആൾ സൈഡിൽ കൂടി ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാണ്ട, കുഞ്ഞുള്ളിയാണ് ഞങ്ങൾ കൂടുതൽ ഇടുന്നത്. പിന്നെ ഈ കാണുന്ന പോലെ ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പിലോ സ്റ്റീൽ ഗ്ലാസ്സിലോ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി സെറ്റായിട്ട് കിട്ടും കേട്ടോ. ആ സ്റ്റീമൊക്കെ അതിലേക്ക് ഇങ്ങനെ ആയിട്ട് അങ്ങനെ നമുക്ക് 1-2 ബേക്കേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു. അതേപോലെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിതേ ബട്ടർ സ്കോച്ചാണ് നമ്മുടെ ഫ്ലേവർ. അതുകൊണ്ട് തന്നെ ബട്ടർ സ്കോച്ച് സോസും പ്രലയനും ഉണ്ടാക്കി. നമ്മളിതിൽ നട്ട്സായിട്ട് കാഷ്യൂം ബദാമും ഉണ്ട് ആഡ് ചെയ്ത്. ഇതിൻ്റെ ഒന്നും റെസിപ്പി നമ്മളങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല കേട്ടാ. ഇതൊക്കെ വേണ്ടവർ പറഞ്ഞാൽ മതി, നമ്മൾ ഇൻഷാല്ല ഇനിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമുക്ക് എന്താണ് ബേക്കിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് പറ്റണ പരിപാടിയല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പ്രലയനൊക്കെ റെഡിയായി. നമ്മൾ ഇതിൽ ഒരു പാത്രത്തിൽ സെറ്റാകാൻ വേണ്ടി വെച്ച് ഇനി അത് അതിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. സെയിം പാനിലേക്ക് തന്നെ പാലൊഴിക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക, നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് കുറച്ച് ആഡ് ചെയ്യാം. ഇത്രയുമാണ് നമ്മുടെ സിറപ്പിൽ വന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞാപ്പികൾ അവിടെ തകർക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അവരെയും കൂടി ഒന്ന് മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളതേ നോക്കിയപ്പോൾ അവർക്ക് യോഗേർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് യോഗേർട്ടൊക്കെ എടുത്ത് കൊടുത്ത്
അവരപ്പം ഹാപ്പി. കേക്ക് നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് എന്താണ് പരിപ്പുവട റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമുണ്ട് പരിപ്പുവട. കുറേ നാളായി ടേസ്റ്റിൽ പരിപ്പുവടയൊക്കെ തിന്നിട്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് നടപടിയാവില്ലല്ലോ, നമ്മൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം. അപ്പം എന്താണ് പിന്നെ നമുക്ക് 2 kg ഒരു വാനില കേക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതിൻ്റെ ബാറ്ററും റെഡിയാക്കി. മറ്റേ കേക്ക് നമ്മൾ ഓവനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണ സമയത്ത് നമ്മൾ 2 kg ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും കൂടി റെഡിയാക്കിയിട്ട് നമ്മൾ ഓവനിലേക്ക് അങ്ങോട്ട് വയ്ക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല. സെയിം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കെട്ടിയവന്മാർക്ക് രാവിലെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ടീ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇടയിൽ കൂടി പിന്നെ ഫൈനൽ ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം അടിച്ചു. അങ്ങനെയുള്ള കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിന്നർ നമ്മുടെ ഉമ്മച്ചിയെ തന്നുവിട്ട കിട്ടിലും ടേസ്റ്റായിരുന്നുണ്ട്. ഈ ഒരു ബീഫ് കറിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഉമ്മച്ചെടുത്ത് വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു. നാട്ടിൽ നിന്ന് കൊണ്ടുകൊണ്ടാണോ എന്ന് അറിയില്ല, പിന്നെ ഉമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടും നല്ല ടേസ്റ്റായിരുന്നു. ബീഫ് കറിയും പുട്ടും അതങ്ങോട്ട് കഴിച്ച് കുറേ നാളായിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. പക്ഷേ കുറേ നാളായി കഴിച്ചിട്ട്. എല്ലാവർക്കും നമ്മുടെ കെട്ടിയന്മാർക്കൊക്കെ നൈസ് പത്തിരിയൊക്കെ ഉണ്ടായി ഈ ബീഫിൻ്റെ ഒക്കെ കൂടെ ഇഷ്ടം. ഞങ്ങൾക്ക് പക്ഷേ അത്ര കാര്യമൊന്നുമില്ല നൈസ് പത്തിരി. ഞങ്ങൾക്ക് പുട്ട് തന്നെയാണ് മെയിൻ. അപ്പോഴേ ഡിന്നർ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ഫിനിഷിംഗ് ഒക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യണതാവൊന്നും നമ്മൾ ജസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യണത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, ഒരാൾ എന്തേ കഴിക്കാനില്ലല്ലോ എന്ന്. ഒരാൾ ഡയറ്റിലാണ്. മുപ്പർക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെയിം സാധനം ബ്രേക്ക്ഫാസ്റ്റിലാണ് പുള്ളി കഴിക്കുന്നത്. ഡിന്നർ പുള്ളി ഇങ്ങനെ കഴിക്കൂല കേട്ടോ, കാരണം ഡയറ്റിലാണ്. അപ്പോൾ അതേ ഈ ആൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ബീഫും പുട്ടും ഒക്കെ. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ദേ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു റെക്റ്റാങ്കിൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ടാവും, അതങ്ങോട്ട് ക്ഷമിക്കാം. പിന്നെ നമ്മൾ നാളത്തേക്കുള്ള സാലഡൊക്കെ റെഡിയാക്കി വെച്ച് അത്ര ഉള്ളൂട്ട വീഡിയോ. അപ്പോൾ ഓക്കെ.